നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നാമത്തെ വാർത്ത നോക്കാം. ഫസ്റ്റ് വാർത്ത എന്ന് പറയുന്നത് സ്കൂൾ അധ്യാപക പരീക്ഷകളും വിവരണാത്മക രീതിയിലേക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് നമ്മുടെ ഇന്നലെ വിരമിച്ച MK സക്കീർ പോകുന്നതിന് മുന്നേ അദ്ദേഹം അവസാനമായിട്ട് കൊണ്ടുവന്ന പുതിയ മാറ്റമാണ് ഈ അധ്യാപക പരീക്ഷകളും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷകളും. ചില വലിയ തസ്തികയിലേക്കുള്ള പരീക്ഷകളെല്ലാം വിവരണാത്മക രീതിയിലേക്ക് മാറ്റാനുള്ള ചാൻസുകൾ വളരെയധികം കൂടുതലാണ് എന്നാണ് പറയുന്നത്. അധ്യാപക തസ്തികയിലേക്കുള്ള എല്ലാ പരീക്ഷകളും വിവരണാത്മക രീതിയിലേക്ക് നടത്തുന്നു. PSCയുടെ സജീവ പരിഗണനയിലാണ് ഈ ഒരു കാര്യം ഉള്ളത്. LP UP അതുപോലെ തന്നെ HST ടീച്ചേഴ്സ് എല്ലാം തന്നെ ഈ വിവരണാത്മക പരീക്ഷയിലേക്ക് മാറാനാണ് ആലോചന. കോളേജ് അധ്യാപക പരീക്ഷ ഇപ്പോഴേ വിവരണാത്മക രീതിയിലാണ്. അതുപോലെ തന്നെ ഓൺ സ്കൂൾ മാർക്കിംഗ് രീതിയിലാണ് നമ്മൾ നിലവിലുള്ള മൂല്യനിർണ്ണയം നടത്തുന്നത്. ഏറ്റവും കുറ്റമറ്റ രീതിയിൽ തന്നെ മൂല്യനിർണ്ണയം പൂർത്തിയാക്കാനും കഴിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. മറ്റ് അധ്യാപക തസ്തികയിലേക്കും ഈ രീതി വ്യാപിക്കും. ഒരു വർഷത്തിനകം PSCയുടെ 50% പരീക്ഷകളും ഓൺലൈനിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ചെയർമാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരുപാട് ഓൺലൈൻ പരീക്ഷാ കേന്ദ്രങ്ങൾ നിലവിലിപ്പോൾ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓൺലൈൻ പരീക്ഷാ കേന്ദ്രങ്ങൾ നിലവിൽ വരാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ 6 വർഷത്തിൽ അദ്ദേഹം ചെയ്തത് 1.81 ലക്ഷം നിയമന ശുപാർശകളും അതുപോലെ തന്നെ 4663 റാങ്ക് ലിസ്റ്റുകളും പുള്ളിക്കാരന് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. താൻ ചെയർമാനായ കാലയളവിൽ 1,81,647 പേർക്കാണ് നിയമന ശുപാർശ നൽകിയിട്ടുള്ളത്. MK സക്കീർ പറഞ്ഞത് 4663 റാങ്ക് ലിസ്റ്റും 3804 ഷോർട്ട് ലിസ്റ്റുകളും ഈ കാലയളവിനകത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2500-ലേറെ ഇൻ്റർവ്യൂസ് നടത്തിയിട്ടുണ്ട്. 494 പ്രായോഗിക പരീക്ഷകളും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. കോവിഡ് കാലത്ത് മറ്റെല്ലാ സംസ്ഥാന PSCകളും നിശ്ചലമായിരുന്നപ്പോൾ കേരള PSC 2020-ൽ 20,000-ഓളം ഉദ്യോഗാർത്ഥികൾക്കാണ് നിയമന ശുപാർശ നൽകിയതെന്നും MK സക്കീർ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വിദൂര വിദ്യാഭ്യാസം അംഗീകരിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നിലവിലെ പുതിയ PSC ചെയർമാനായിട്ട് വരാനായിട്ട് പോകുന്നത് ഡോക്ടർ MR ബൈജു ആണ് കേട്ടോ. അതൊരു നിങ്ങളൊരു പോയിൻ്റായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. PSCക്ക് ചോദിക്കാൻ ചാൻസുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അംഗമായിട്ട് 6 വർഷത്തോളം നീണ്ട അനുഭവ സമ്പത്തായിട്ട് ഡോക്ടർ MR ബൈജു 56 വയസ്സാണ്. പുള്ളിക്കാരൻ PSC ചെയർമാൻ പദവിയിലേക്ക് വന്നിട്ടുണ്ട്. MK സക്കീർ ഒക്ടോബർ 30-ന് വിരമിച്ച ഒഴിവിലേക്കാണ് നമ്മുടെ MR ബൈജു മന്ത്രിസഭ ശുപാർശ ചെയ്തിട്ടുള്ളത്. 6 വർഷമോ 62 വയസ്സുവരെയോ ആണ് PSC ചെയർമാൻ്റെ കാലാവധി. 6 വർഷത്തോളം ഡോക്ടർ ബൈജുവിന് ചെയർമാനാകാൻ കാലാവധിയുണ്ട്. CPM പ്രതിനിധിയായിട്ട് 2017 ജനുവരി 9 മുതൽ PSC അംഗമാണ് കേട്ടോ. അപ്പോൾ CPM പ്രതിനിധിയാണ് പുള്ളിക്കാരൻ. ജനുവരി 9 മുതൽ PSC അംഗമായിട്ട് ഡോക്ടർ ബൈജു തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക്സ് ഒക്കെ, അതൊക്കെ പുള്ളിക്കാരൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് പിന്നെ പറയുന്നത്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ തിരുവനന്തപുരം സ്വദേശിയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വാർത്ത എന്ന് പറയുന്നത് PSC ലിസ്റ്റുകളാണ് കേട്ടോ. ഈ ആഴ്ചയിൽ പ്രസിദ്ധീകരിച്ച പ്രധാനപ്പെട്ട PSC ലിസ്റ്റുകളാണ്. ഷോർട്ട് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്ലർക്ക്, ടൈപ്പിസ്റ്റ് ക്ലർക്ക്, അതുപോലെ തന്നെ ഡ്രൈവർ ഗ്രേഡ് 2, ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ്, ആയുർവേദ തെറാപ്പിസ്റ്റ് തിരുവനന്തപുരം, ഫയർ വുമൻ ട്രെയിനി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്, പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ. റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് മെഡിക്കൽ ഓഫീസറുടേത്, അതുപോലെ തന്നെ ചിക്സ് എക്സർ കോഴിക്കോട്. അപ്പോൾ ഇത്രയും റാങ്ക് ലിസ്റ്റുകളും പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്ത LDCയുടെ നിയമനം അല്ലെങ്കിൽ LDC പത്തനംതിട്ടയിൽ 1ാം ഘട്ട നിയമനം 103 പേർക്ക് നിലവിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ LD ക്ലർക്ക് റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള PSC ശുപാർശ ആരംഭിച്ചിട്ടുണ്ട്. 1ാം ഘട്ടത്തിൽ 103 പേർക്കാണ് നിയമന ശുപാർശ നൽകിയിട്ടുള്ളത്. ഓപ്പൺ മെറിറ്റിൽ 55ാം റാങ്ക് വരെയുള്ള എല്ലാവർക്കും നിയമന ശുപാർശ ലഭിച്ചു. സംവരണ വിഭാഗങ്ങളിലെ നിയമന വിവരം ഈഴവ 60, അതുപോലെ തന്നെ SC 223, ST സപ്ലിമെൻ്ററി 2, മുസ്ലിം 164, LC 114. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 103 പേർക്കാണ് നിലവിലിപ്പോൾ നിയമന ശുപാർശ പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ കോൺസ്റ്റബിളിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടതാണ്. അതിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസ് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൽ 11 ക്വസ്റ്റ്യൻ കോഡ് A പ്രകാരം 11, 56, 61, 78 എന്നീ സൂചികയിലാണ് നിലവിൽ ഒഴിവാക്കിയിട്ടുള്ളത്. അന്തിമ ഉത്തര സൂചികയിൽ ഇതിൻ്റെ മാറ്റങ്ങൾ കാണാനായിട്ട് കഴിയും. ഇതോടെ മാർക്ക് 96 മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷ വരാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ സിലബസ് തിരുത്തിയിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റ് സിലബസിൽ തെറ്റായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള
ടോപ്പിക്ക് PSC തിരുത്തിയിട്ടുണ്ട്. ആദ്യം പ്രസിദ്ധീകരിച്ച പരീക്ഷാ കലണ്ടറിൽ പാർട്ട് 1 MLT PG ലെവൽ എന്നായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. പക്ഷേ പിന്നീട് ഇത് MLT VHSC ലെവൽ എന്നാക്കി തിരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ PG ലെവൽ എന്നായിട്ട് കണ്ടപ്പോഴത്തേക്കും ഒരുപാട് പേര് പേടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ 2023 ജനുവരി 21 പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്. 2,40,320 പേര് പരീക്ഷ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. നവംബർ 11 വരെ കൺഫർമേഷൻ കൊടുക്കാമെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡ് അഡ്വൈസ് വൈകുന്നത് എന്തുകൊണ്ടെന്ന് PSC നമ്മുടെ തൊഴിൽ വിധിയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ മറുപടി ഇതാണ്, ശ്രദ്ധിക്കുക. തിരുവനന്തപുരം ജില്ലയിലെ ലാസ്റ്റ് ഗ്രേഡ് ലിസ്റ്റിൽ നിന്നുള്ള നിയമന ശുപാർശ എന്ന് തുടങ്ങുമെന്നാണ് ചോദ്യം. LD ക്ലർക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ലാസ്റ്റ് ഗ്രേഡിന് ശേഷമാണ് പ്രസിദ്ധീകരിച്ചത്. എന്നാൽ അതിലെ നിയമന ശുപാർശ നടന്നു കഴിഞ്ഞു. ലാസ്റ്റ് ഗ്രേഡ് ശുപാർശ വൈകുന്നത് എന്തുകൊണ്ടെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ ബോർഡ് ലാസ്കാർ ഉൾപ്പെടെയുള്ള ചില തസ്തികയിലേക്കുള്ള ഉദ്യോഗാർത്ഥികളിൽ സമ്മതപത്രം വാങ്ങിയ ശേഷം മാത്രമേ ലാസ്റ്റ് ഗ്രേഡ് ലിസ്റ്റുകളുടെ ശുപാർശ തുടങ്ങാൻ കഴിയുകയുള്ളൂ. ലാസ്റ്റ് ഗ്രേഡ് നിയമന ശുപാർശ വൈകുന്നതിനുള്ള പ്രധാന കാരണം ഇതാണ്. അപ്പോൾ ഒരുപാട് പേരുടെയും ഈ ബോർഡ് ലാസ്കാർ പോലുള്ള തസ്തികയിലേക്ക് ഒരുപാട് പേരുടെയും സമ്മതപത്രം വേണം. ആ ഒരു സമ്മതപത്രം കിട്ടാതെ ഈ ഒരു അഡ്വൈസ് കൊടുക്കാനായിട്ട് കഴിയത്തില്ല എന്നാണ് പറയുന്നത്. ഉടൻ തന്നെ നിയമന ശുപാർശ നടക്കുമെന്നാണ് കിട്ടുന്ന വിവരം. അടുത്ത എല്ലാവരുടെയും ഒരു ക്വസ്റ്റ്യൻ, കോമൺ ക്വസ്റ്റ്യനാണിത്. CPO റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മറ്റ് റാങ്ക് ലിസ്റ്റുകൾ എന്ന പോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റുകൾക്ക് 3 വർഷം കാലാവധി ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇതാണ്, ഇല്ല, 1 വർഷത്തെ കാലാവധിയെ ലഭിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ സിവിൽ പോലീസ് ഓഫീസറിന് 1 വർഷത്തെ കാലാവധി മാത്രമാണ് ലഭിക്കുക. ഈ 1 വർഷത്തിനകത്ത് 2-3 പ്രാവശ്യം എന്ത് ചെയ്യുന്ന 2 പ്രാവശ്യമാണെന്ന് തോന്നുന്നു, 2 പ്രാവശ്യം ആൾക്കാരെ വിളിക്കും. അതിനകത്ത് തന്നെ ഏകദേശം ആൾക്കാരൊക്കെ കയറുകയും ചെയ്യും. അതാണ് നിലവിലത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ. അതിൽ ഏറ്റവും നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊണ്ടുവന്നത് ഈ ഒരു വിവരണാത്മക പരീക്ഷ എന്ന് പറയുന്ന ഈ ഒരു രീതിയിലേക്കാണ്. ഇത് എത്രത്തോളം അതിൽ മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഉദ്യോഗാർത്ഥികളൊക്കെ ഈ ഒരു രീതിയെ അംഗീകരിച്ചു, ഉദ്യോഗാർത്ഥികളുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളിലും ഇതുമായിട്ട് ഓക്കെയാണ്, ആ ഒരു രീതിയിലാണ് മാധ്യമങ്ങളെല്ലാം ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തു തന്നെയായാലും പുതിയ വഴിത്തിരിവിലേക്ക് അല്ലെങ്കിൽ പുതിയ രീതികളിലേക്ക് കേരള PSC പരീക്ഷിക്കുകയാണ്. നമ്മൾ തന്നെയാണ് ഇതിൻ്റെ പരീക്ഷണ വസ്തുക്കളും. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക. ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക. അതിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ലാബ് അറ്റൻഡറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ഇന്ന് 10 മണിക്ക് തന്നെ ഉണ്ടാവും. അതുകൂടി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.